വരുന്നതിന് മുമ്പുള്ള സൗഹൃദമാണ്. പിന്നെ ഞങ്ങള് കൂടുതൽ സിനിമയിലൂടെ അടുത്തപ്പോ പഞ്ചാബി ഹൗസിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അങ്ങനെ അതിനുശേഷം അദ്ദേഹം ഷാഫി ഡയറക്ട് ചെയ്ത സിനിമകളിലെല്ലാം അഭിനയിക്കാനും കഴിഞ്ഞു. 16 സിനിമകൾ സ്വതന്ത്ര സംവിധാനമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ചില സിനിമകളിൽ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ല സംവിധായകനാണ്. കൂടുതലും ഹ്യൂമർ സിനിമകൾക്ക് ഒരുപാട് സിനിമകൾക്ക് ജന്മം നൽകിയിട്ടുള്ള ഒരു സംവിധായകനാണ്. പിന്നെ നല്ല സൗഹൃദമാണ്. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറാൻ കഴിവുള്ള അദ്ദേഹത്തിന്റെ കുടുംബം ഒക്കെ ആയിട്ട് വളരെ ബന്ധമുള്ളതാണ്. സിനിമകള് അദ്ദേഹം ഇറക്കിയ സിനിമകളെല്ലാം തന്നെ ഹിറ്റാണ്. പിന്നെ അടുത്ത് കഴിഞ്ഞ ദിവസമാണ് ഞാൻ പത്രത്തിലൂടെ ഹാസ്യത്തെക്കുറിച്ച് പലരും എഴുതിയപ്പോ ഷാഫിയും എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ പഞ്ചാബി ഹൗസിനെ കുറിച്ചിട്ടായിരുന്നു അദ്ദേഹം ഷാഫി പറഞ്ഞത്. അന്ന് ഞാൻ വിളിച്ചിരുന്നു ഷാഫിയെ. വിളിച്ചപ്പോ ഷാഫിയെ കിട്ടിയില്ല എനിക്ക്. കാരണം വിളിച്ചാൽ ഉടനെ എടുക്കുന്ന ആളാണ്. ഇല്ലെങ്കിൽ അന്ന് കുറച്ച് കഴിയുമ്പോൾ എന്നെ വിളിക്കും, എപ്പോ വിളിച്ചാലും. വൈകുന്നേരം ആയപ്പോഴും അദ്ദേഹം തിരിച്ചു വിളിച്ചില്ല. ഞാൻ പിന്നെ റാഫിയെ വിളിച്ചു. എന്താണ് വിശേഷം അറിയാനായിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ ഹോസ്പിറ്റലിലാണ്, സുഖമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി. ഞാൻ പിന്നെ വീണ്ടും വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇത്തിരി ICUലാണ് എന്നറിഞ്ഞത്. പിന്നെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോ ICUലാണ്, കുഴപ്പമൊന്നും ഇല്ലാത്തൊരവസ്ഥയാണെന്ന് അറിഞ്ഞത്. പിന്നീട് ദിവസം കഴിയുന്തോറും അതിങ്ങനെ കുറച്ച് കുഴപ്പത്തിലേക്ക് വന്നു. പിന്നെ ഇന്നലെ രാത്രിയാണ് മരിച്ചത്. എന്തായാലും നല്ലൊരു സുഹൃത്തിനെയും നല്ലൊരു സംവിധായകനെയും നമുക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ടു. വളരെ വിഷമമുണ്ട് അദ്ദേഹത്തിന്റെ വേർപാടിൽ. ശ്രീ ഹരീഷ് അശോകൻ, നമുക്ക് ഇപ്പോഴും ചിരിക്കാൻ പറ്റുന്ന കുറെ സിനിമകൾ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഇപ്പോഴും മീമായിട്ടും അല്ലെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ ഒരു എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ അയച്ചു കൊടുക്കുന്നതും ഒക്കെ കൂടുതൽ പരിശോധിക്കുകയാണെങ്കിൽ ഷാഫിയുടെ സിനിമകളുടെ രംഗങ്ങളായിരിക്കും. അത്തരത്തിൽ ചിരി അത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു നടൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ കാണുന്നത്? സ്വാതന്ത്ര്യം തന്നിട്ടുള്ളൊരു സംവിധായകനാണ്, നമുക്ക് സ്ക്രിപ്റ്റിന് അപ്പുറത്തേക്ക് ഇംപ്രവൈസ് ചെയ്യാനൊക്കെ. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഒരു സിനിമയുടെ ഒരു സീൻ എടുക്കുമ്പോൾ തന്നെ ഞങ്ങൾ ആ സീൻ എടുത്ത് വെച്ചിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഷൂട്ടിംഗ് സമയത്ത് അതൊന്ന് ഇംപ്രമൈസ് എല്ലാവരും കൂടി ഇംപ്രമൈസ് ചെയ്തുമ്പോഴും പുള്ളിയുടെ ചിരി കാണുമ്പോൾ ഭയങ്കര നമുക്ക് അത്ഭുതം തോന്നും. കാരണം വെച്ചാൽ അത് ആസ്വദിക്കുകയാണ് ശരിക്കും. അതിനുശേഷമാണ് അദ്ദേഹം സീൻ എടുക്കുകയുള്ളൂ. അപ്പൊ ഒരു ചെറിയ സംഭവം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നേരത്ത് ആരുടെ സജഷൻ ആണെങ്കിലും നടൻ എന്ന നിലയിൽ നടന്റെ മാത്രമല്ല കൂടെ നിൽക്കുന്ന ക്യാമറമാന്റെയും അസിസ്റ്റൻസിന്റെയും എല്ലാവരുടെയും സജഷൻ സ്വീകരിക്കും. നല്ലതാണെങ്കിൽ സ്വീകരിക്കാൻ കഴിയുള്ള നല്ല സെൻസുള്ള ഒരാളാണ്. അപ്പൊ എന്താ പറയുക, ആള് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. വളരെ വിഷമവും സങ്കടമൊക്കെ ഉണ്ട്. മലയാള സിനിമയ്ക്ക് നല്ല നഷ്ടം തന്നെയാണ്. കാരണം അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാക്കാൻ കഴിയുന്ന സംവിധായകർ വളരെ കുറവാണ്. അദ്ദേഹം രാജ് സാറിന്റെ കൂടെ ആദ്യം ജോയിൻ ചെയ്യുന്നത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. അവിടെ നിങ്ങളുടെ ഉണ്ടായിരുന്ന ഡെവലപ്മെന്റ് ഭയങ്കരമാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നത് വരെയും ഒക്കെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹത്തിന് സഹകരിക്കാൻ പറ്റി. വേർപാടിന് വളരെ വിഷമമുണ്ട്. വളരെയധികം നന്ദി. ശ്രീ ഹരീഷ് അശോകനാണ് നമ്മളോട് സംസാരിച്ചത്. ഷാഫി ഇന്നലെ 12:30യോടെയാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത പുറത്തേക്ക് വന്നത്. അത്യന്തം ദുഃഖകരമാണ് ഈ അവസ്ഥ എന്നുള്ളതാണ്. വലിയൊരു കലാകാരനെ നമുക്ക് നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. രഞ്ജിത്ത് രാമചന്ദ്രനിലേക്ക് ഒരിക്കൽ കൂടി. രഞ്ജിത്ത് നേരത്തെ പറഞ്ഞ വൺ മാൻ ഷോ, സ്വതന്ത്ര സംവിധായകനായുള്ള ആദ്യ ചിത്രം, ആ വൺ മാൻ ഷോ മുതൽ ഇങ്ങോട്ടുള്ള ചിത്രങ്ങളെ ഷാഫിയുടെ ഏത് ചിത്രവും, അത് പുലിവാൽ കല്യാണമാകട്ടെ, കല്യാണരാമനാകട്ടെ, മായാവി ആകട്ടെ, ചോക്ലേറ്റ് ആകട്ടെ, ഏതെടുത്താലും ഒരു ആഘോഷമാക്കി, സിനിമയെ ഒരു ആഘോഷമാക്കിയ സംവിധായകൻ കൂടിയാണ് വിട പറയുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ സിനിമകൾ നമ്മൾ പരിശോധിച്ചാൽ ഈ 17 സിനിമകളിൽ ഏതാണ്ട് 15 സിനിമകളും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ നമുക്ക് 2002 കല്യാണരാമന്റെ വലിയ വിജയത്തോടെയാണ് ദിലീപ് എന്ന നടൻ സൂപ്പർ താര പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായത്. അന്ന് ആ സിനിമയിൽ ഓരോ താരങ്ങളുടെയും പ്രകടനമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സിനിമകളിൽ ഈ ടെലിവിഷനുകളിൽ, നേരത്തെ അശ്വതി പറഞ്ഞ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന
രംഗങ്ങൾ ഏതുണ്ട്, സിനിമകൾ ഏതുണ്ട് എന്നുള്ളത് ചേർത്ത് വെച്ചാൽ അത് ഈ പറഞ്ഞതുപോലെ ഷാഫിയുടെ സിനിമകളാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തിരക്കഥാകൃത്തുക്കളായ റാഫി മക്കാട്ടിൻ, ബെന്നി പി നായരമ്പലം തുടങ്ങിയ ആളുകളും ഷാഫിയുടെ സിനിമകൾ കൂടി മലയാളത്തിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായി മാറുന്ന പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടു. ഒപ്പം പ്രധാനപ്പെട്ട പല നടന്മാരും ജയസൂര്യയും കാവ്യമാധവനെയും വെച്ചെടുത്ത പുലിവാൽ കല്യാണം എന്ന സിനിമ, ജയസൂര്യയൊക്കെ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിന് വലിയ സൂപ്പർ ഹിറ്റ് സമ്മാനിച്ച സംവിധായകൻ കൂടിയായിരുന്നു റാഫി എന്നതുകൂടി ചേർത്ത് വെക്കണം. പൃഥ്വിരാജ് 2007 പൃഥ്വിരാജിന്റെ ചോക്ലേറ്റ് എന്ന സിനിമ നമുക്കറിയാം. അത് ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിൽ എടുത്ത സിനിമ, ചിരിയുടെ കൂടി മേൻപൊടി ചേർത്തുകൊണ്ട് എടുത്ത സിനിമ, അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു. തൊമ്മനും മക്കളും എന്ന സിനിമയിൽ മമ്മൂട്ടിയും രാജൻ ബി ദേവും ലാലും അടങ്ങുന്ന സംഘത്തെ ചിരിയുടെ വലിയ മഴ തീർത്തുകൊണ്ട് സിനിമ ആ തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയത് നമ്മൾ കണ്ടു. അത് ഈ തൊമ്മനും മക്കളും എന്ന സിനിമ വിക്രമനെ നായകനാക്കി മജ എന്ന പേരിൽ തമിഴിലേക്കും റിലീസ് ചെയ്തിരുന്നു. അതവിടെ ഒരു ആവറേജ് ഹിറ്റായ ഒരു സിനിമയായിരുന്നു. പിന്നീട് ദിലീപും ബിജുമേനോനും തകർത്തഭിനയിച്ച മേരിക്കുണ്ടൊരു കുഞ്ഞാട്, അതിൽ ദിലീപിന് വ്യത്യസ്തമായ, ബിജുമേനോന് വ്യത്യസ്തമായ കഥാപാത്രത്തെ നൽകി അവരെയും മലയാള സിനിമയുടെ ഭാഗമാക്കി ചേർത്ത് നിർത്തി മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമാക്കി നിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയായിരുന്നു. ഏറ്റവും ഒടുവിൽ 2015 അദ്ദേഹത്തെ 2 കൺട്രീസ് എന്ന സിനിമ മലയാള സിനിമയിൽ 50 കോടി കടന്ന സിനിമകളിൽ എഴുതപ്പെട്ട ഒരു പേരാണ് 2 കൺട്രീസ്. ദിലീപിന്റെ ഏറ്റവും വലിയ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. അതായത്